കാണിക്ക്, വായിക്ക്, പഠിക്കുന്ന പോലെ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന പോലെ ആലോചിച്ച് ഒന്ന് കിട്ടിയതൊക്കെ ഇങ്ങനെ അഭിനയിക്കും. ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടിയതൊക്കെ. ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സാമിന് പോയാണ്. ലാസ്റ്റത്തെ ലാക്കിൻ്റെ എക്സാം. ലാക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ലാക്ക് എന്ന് പറഞ്ഞാൽ ലാക്ക് മീൻസ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് വെച്ചാൽ നിങ്ങൾ അറിയേണ്ട, കാരണം ഞങ്ങൾക്ക് തന്നെ പഠിക്കാമോ. അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നാളെ വർത്താനമൊന്നും വേണ്ട കേട്ടോ. ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതിയിലുടനീളം, കാരണം അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാനായിട്ട്. എന്ന് വെച്ചാൽ ഭാഷ നമ്മുടെ സബ്ജക്റ്റ് അല്ല, എന്തോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ, ലാംഗ്വേജിന് ഇമ്പോർട്ടന്റ് കൊടുത്തോണ്ട് നമ്മൾ സബ്ജക്ട് പഠിക്കും. അപ്പൊ അത് എങ്ങനെ പഠിപ്പിക്കാൻ, ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ് ഇന്റഗ്രേറ്റ് ടുഗദർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനെ ടുഗദർ ആക്കി അങ്ങനെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സോ നമ്മൾ ഇപ്പൊ ടൈം ഈസ് 12 സമയം ഒരു 11:45 ആയി കാണും. അപ്പൊ നമുക്ക് 2 മണിക്കാണ് എക്സാം. സോ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് 2 മണിക്ക് എക്സാമിന് പോകും. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ജനലിന്റെ അപ്പുറത്ത് കാണുന്നതാണ്. നമ്മൾ പെട്ടെന്ന് വാഴ മാത്രം കാണാനുണ്ട്. നമ്മൾ എക്സാം എഴുതിയിട്ട് വരാം. ഓക്കെ ബൈ. ഗാനാഞ്ജലി യൂണിഫോം ഒക്കെ ഇട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ കളർ പേന, അതായത് സ്മെല്ലുള്ള പേന വെച്ചിട്ട് എക്സാം എഴുതത്തുള്ളൂ. കാരണം അല്ല സ്മെല്ലുള്ള പേന വെച്ചിട്ട് ആൾ എക്സാം എഴുതുള്ളൂ. കാരണം വെച്ചാൽ എക്സാം പേപ്പർ നോക്കുന്ന ആൾ ആ സ്മെല്ല് കൊണ്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഗാനാഞ്ജലി. ഒരു സ്ട്രാറ്റജിയാണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആ സ്ട്രാറ്റജി ഓർത്ത് വെക്കുക. നിങ്ങൾ എക്സാമിന് പോകുകയാണെങ്കിൽ നല്ല മണമുള്ള പേന. എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ പേപ്പറിൽ ശ്രദ്ധിക്കണം ഗാനാഞ്ജലി, നീ ഒന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? അത് അഭിനയം, ഗാനാഞ്ജലിയുടെ അഭിനയമാണ്. ഇതൊക്കെ ഗാനാഞ്ജലി അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ തൊങ്ങലുകൾ, അതായത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഓരോരോ കൊച്ചു പൂക്കള്. ഗാനാഞ്ജലി മറ്റേ റിബണൊക്കെ വെച്ചിട്ട്, ട്വൈനൊന്നും ഗാനാഞ്ജലി യൂസ് ചെയ്യാറില്ല. നല്ല റിബണൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് ഗാനാഞ്ജലി പേപ്പർ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരാണ്. വല്ലവരുടെ പേന മേടിച്ചത് എക്സാം എഴുതുന്ന ആൾക്കാർ പേര് പോലെ ഇല്ല. നമുക്ക് എക്സാം പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ പേന ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ അധികം പേന, ഞാൻ കൂടുതൽ ഗാനാഞ്ജലിയുടെ പേനയാണ് പ്രിഫർ ചെയ്യുക. നല്ല മണമുള്ള പേനയായിരിക്കും. അപ്പം നമ്മൾ ഗാനാഞ്ജലിയുടെ പേന ഉപയോഗിക്കും. പിന്നെ ചിലവരൊക്കെ ഉണ്ട് ChatGPT നോക്കി പഠിക്കുന്നവർ. എക്സോണിന്റെ പേന മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഗാനാഞ്ജലി ആദ്യം റെഡി ആയിരിക്കുകയാണ് ഞാൻ കണ്ട ഡ്രസ്സ് പോലും ചെയ്തിട്ട് കുളിച്ചിട്ട് പോലും. നമുക്ക് ഇവര് 10 മിനിറ്റ്സ് മതി ഗാനാഞ്ജലിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ. നമുക്ക് പോയിട്ട് എക്സാം എഴുതി എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ റിവ്യൂ പറയുന്നതാണ് എക്സാം എങ്ങനെയാണ്. പരീക്ഷയുടെ തൊട്ട് മുൻപ് ആൻസർ പേപ്പർ കിട്ടി ചെക്ക് ചെയ്യുന്ന സനിക പിയർ. 46 മാർക്കൊന്ന് കാണിക്കോ ടീച്ചറെ? 50-ല് 46 പഠിപ്പി തന്നെ. സാമന്റെ തലേ അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്ക് സമയം കിട്ടിയില്ല. എന്തെങ്കിലും പേപ്പർ വെച്ച് കുറച്ചുകൊണ്ട് എനിക്ക് അഡീഷണൽ സമയത്ത് എന്നോട് പറഞ്ഞു ക്യാമറ ഉള്ളതുകൊണ്ട് പേപ്പർ പെട്ടെന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ തലച്ചോറ് പൊകഞ്ഞിട്ട് വീക്ഷണ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു. ബ്ലോഗർ കൃഷ്ണ അല്ല, ഞാൻ ആദ്യം അപ്പൊ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു വരവുകൂടെ ചിലപ്പോൾ വരേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അറിയുന്ന രീതിയിലൊക്കെ അങ്ങ് എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് എഴുതിയിട്ട് സമയം കിട്ടിയില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? കഴിവുള്ളവരെ ലോകം അങ്ങനൊന്നുമില്ല. റിയൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ B.Ed എന്ന് പറയുന്നൊരു കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ജനറൽ ആയിട്ടാണ് ഇതിനൊക്കെ ആൻസർ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പഠിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞ കുറെ വാക്കുകളൊക്കെ കുറെ പഠിച്ചു.
അതൊക്കെ അതിൻ്റെ അതൊക്കെ ആഡ് ചെയ്തു. അതായത് നമ്മൾ ഏത് എസ് വന്നാലും ഞാൻ നമ്മളൊരു ഭാവിയിൽ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കണ്ടന്റ് ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജ് അധികമായി സംസാരിക്കാൻ വിടാവോ? നമ്മൾ ഭാവിയിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ലാംഗ്വേജിനെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയണം. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ജനറൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കണം നിർബന്ധമില്ല. ഓക്കെ അല്ലേ? കൂടുതൽ പഠിപ്പി കുട്ടി ഇവിടെ നിന്ന് എക്സാം എഴുതി ഓടി വന്ന് അടത്തില്ലെന്ന് കൊച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹയുടെ അഭിപ്രായത്തിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അഡീഷണൽ ഷീറ്റ് ആണ് എടുത്തോളൂ. മേടിച്ചോളൂ. എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സോനയോട് ചോദിക്കാം നമുക്ക്. സോന, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ നല്ല അഭിപ്രായമായിരുന്നു. എഴുതാനൊക്കെ പറ്റിയോ? കറക്റ്റ് ഇരുട്ടുന്ന ഒരാൾ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിയുടെ എക്സ്പീരിയൻസ്? എങ്ങനെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സ്നേഹ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സ്നേഹ എത്ര അഡീഷണൽ ഷീറ്റ് എടുത്തായിരുന്നു? സ്നേഹം ഒരഡീഷണൽ ഷീറ്റ്. സാധാരണ എല്ലാവരും ഒറ്റ അഡീഷണൽ ഷീറ്റ്, ഒറ്റ പേപ്പർ എടുക്കാറുള്ളൂ. സ്നേഹ അതിൽ ഒരൊറ്റ ബുക്കിലേറ്റ് എടുക്കുള്ളൂ. സ്നേഹം ഒരെണ്ണം അഡീഷണൽ ഷീറ്റ് കൊണ്ട് എടുത്തു. എനിക്ക് എന്തായാലും സമയം തങ്ങിയില്ല എൻ്റെ എക്സാം. എനിക്കും ഏകദേശം എനിക്ക് സമയം 15 മിനിറ്റ് ബാക്കിയുണ്ട്. സോ എനിക്ക് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ജയിക്കും, തോക്കത്തില്ല. ശരിയാ, ബി എഡിന് ആരും തോപ്പിച്ച ചരിത്രമില്ല. ഇനി കട്ട് ചെയ്യാവേ, ഞാൻ കൈ തൂങ്ങിയിട്ട് നിൽക്കണം. കൈ അപ്പൊ നമ്മള് ലാക്കിന്റെ എക്സാം കഴിഞ്ഞു. നമ്മൾ തേർഡ് സെം ഇതുവരെ നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ കമ്മീഷൻ കഴിഞ്ഞിട്ട് തേർഡ് സെം കഴിഞ്ഞ് ലാക്കും കൂടെ കഴിഞ്ഞപ്പോ നമ്മൾ തേർഡ് സെം കംപ്ലീറ്റ് ആയി. ഇനി നമ്മള് സക്സസ്ഫുൾ ആണോ ഇല്ലെന്ന് മാർക്ക് വരും പറയാം. മൺഡേ തൊട്ട് നമ്മള് ഇനി ഫോർത്ത് സെമ്മിലേക്ക്. സോ നമ്മുടെ ഏകദേശം ബി എഡിന്റെ ഒരുവിധം പരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പരിപാടികൾ എന്താ സ്നേഹ ഒരു സുഖമില്ല. ഇനി നമ്മൾ ടൂറ്, NSS ക്യാമ്പ്, അങ്ങനെയുള്ള പരിപാടി, പിന്നെ 3 എക്സാം. അപ്പോ ഓക്കെ ബൈ. ബൈ ബൈ.